എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഫെബ്രുവരി 22 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 10th ലെവൽ പ്രിലിംസ് എക്സാംസ് നടക്കാതിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ്, എല്ലാ എക്സാമിനും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിംസ് കടക്കുക എന്നുള്ളതാണ്. സോ അത്തരത്തിൽ പ്രിലിംസ് കടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിലാണ് ഈ ഒരു കോഴ്സ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. വെറും 749 രൂപയ്ക്കാണ് ഈ ഒരു കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തനിക്ക് ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും, ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ ഉണ്ടാവും, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. സോ ഇതെല്ലാം കൂടി ചേർത്ത് വെറും 749 എന്ന് പറയുന്ന ഓഫർ പ്രൈസ്. സോ പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ്. അതായത് SK പൊറ്റക്കാട്ട് ബാലസാഹിത്യ പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2026 SK പൊറ്റക്കാട്ട് ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജി കണ്ണനുണ്ണിയാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അദ്ദേഹത്തിന്റെ ഹീറോ ഡാഡിയും അതുപോലെ തന്നെ കുഞ്ഞൻ റോയും എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ഏതാണ്? ഹീറോ ഡാഡിയും കുഞ്ഞൻ റോയും എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ദെൻ ഈ പുരസ്കാരം നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SK പൊറ്റക്കാട്ട് സ്മാരക സമിതിയാണ് പുരസ്കാരം നൽകുന്നത്. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഒരു ചെറിയ അവാർഡാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വലിയൊരു അവാർഡിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാന കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറികൾ ഏതൊക്കെയാണ്, അതിൽ അവാർഡ് കിട്ടിയത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം എന്ന് പറയുന്നത് GV രാജ അവാർഡാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജയാണ് അല്ലെ. ദെൻ അതുപോലെ തന്നെ ഈ പറയുന്ന GV രാജയുടെ പേരിലുള്ള GV രാജ അവാർഡ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പരമോന്നതമായ കായിക പുരസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ തലത്തിൽ ഖേൽരത്ന എങ്ങനെയാണോ അതുപോലെ നമ്മുടെ സംസ്ഥാന തലത്തിലെ ഏറ്റവും പരമോന്നതമായ കായിക പുരസ്കാരം എന്ന് പറയുന്നത് GV രാജ കായിക പുരസ്കാരമാണ്. ദെൻ അതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 3 ലക്ഷം കേട്ടോ, 3 ലക്ഷമാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അതായത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ 3 വർഷ കാലയളവിലേക്കുള്ള അവാർഡ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരുമിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറച്ചു കാലം പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്തു, ഇങ്ങോട്ട് പ്രഖ്യാപിച്ചു. സോ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യം നോക്കാം 2022-23 കാലയളവ്. നമുക്ക് ഏറ്റവും പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വരാം. അപ്പോൾ 2022-23 കാലയളവിലെ GV രാജ അവാർഡിന് അർഹരായത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുള്ള അബൂബക്കർ. ആരാണ്? അബ്ദുള്ള അബൂബക്കർ. അതുപോലെ തന്നെ VK വിസ്മയം. ആരൊക്കെയാണ്? അബ്ദുള്ള അബൂബക്കർ, VK വിസ്മയം. രണ്ടുപേരും അത്ലറ്റിക്സ് താരങ്ങളാണ്. ഇനി അടുത്ത കാറ്റഗറി കാറ്റഗറി മീൻസ് അടുത്ത വർഷം 2023-24 മുഹമ്മദ് അജ്മൽ ആൻഡ് ആൻസി സോജൻ. ആരൊക്കെയാണ്? മുഹമ്മദ് അജ്മലും ആൻസി സോജനും. അവരും അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഓക്കെ, അപ്പൊ 2 വർഷം കഴിഞ്ഞ് 22-23, then 23-24. ഇനി അടുത്തത് 24-25 കാലയളവ്. മുഹമ്മദ് അഫ്സൽ, ഇദ്ദേഹം അത്ലറ്റിക്സ് താരമാണ്. അതുപോലെ തന്നെ PK ഐശ്വര്യ നെറ്റ് ബോൾ താരമാണ്. അപ്പോൾ പൊതുവെ പരീക്ഷയ്ക്ക് ഈ ഒരു കാലയളവിലെ GV രാജ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്, ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, GV രാജ പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പരമോന്നത കായിക പുരസ്കാരമാണ്. നമ്മുടെ കേരള സ്പോർട്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന GV രാജയുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ പേര് നൽകുന്ന പുരസ്കാരമാണ്. സ്പോർട്സ് കൗൺസിലാണ് പ്രഖ്യാപിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഒരു കാറ്റഗറി കഴിഞ്ഞ്, അതായത് GV രാജ അവാർഡ് കഴിഞ്ഞു. ഇനി അടുത്ത കാറ്റഗറിയാണ്, അതായത് ഒളിമ്പ്യൻ സുരേഷ് ബാബു അവാർഡ്. എന്താണ് ഒളിമ്പ്യൻ സുരേഷ് ബാബു അവാർഡ്? അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഈ ഒരു അവാർഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ കായിക മേഖലകൾ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് എന്ത് ഒളിമ്പ്യൻ സുരേഷ് ബാബു അവാർഡ് നൽകുന്നത്. ദെൻ ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 2 ലക്ഷമാണ് കേട്ടോ. 2 ലക്ഷം. GV രാജ 3 ലക്ഷം ആണെങ്കിൽ ഇതിന്റെ അവാർഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് മണി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ നോക്കാം, പഴയതിൽ നിന്ന് തന്നെ പിറകിലേക്ക് നമുക്ക് മുന്നിലോട്ട് തന്നെ വരാം. അപ്പോൾ 2022-23 മുഹമ്മദ് അഷ്റഫ്. ആരാണ്? മുഹമ്മദ് അഷ്റഫ് ആണ്. അദ്ദേഹം അത്ലറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ദെൻ 2023-24 PS അബ്ദുൾ റസാഖ്. ആരാണ്? PS അബ്ദുൾ റസാഖ്. അദ്ദേഹം വോളിബോളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ദെൻ 2024-25 സുഭാഷ് ജോർജ് അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, 3 പേരെ പറഞ്ഞുള്ളൂ. 22-23 മുഹമ്മദ് അഷ്റഫ്, 23-24 ആരാണ്? PS അബ്ദുൾ റസാഖ്. ദെൻ 24-25 സുഭാഷ് ജോർജ്. ദെൻ ആദ്യമേ പറഞ്ഞു എന്തുമായിട്ട് ബന്ധപ്പെട്ട അവാർഡാണ് ഈ സുരേഷ് ബാബു അവാർഡ് എന്ന് പറയുന്നത്? കായിക മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടുള്ള അവാർഡാണ്. ദെൻ അതിന്റെ പ്രൈസ് മണി പറഞ്ഞു അല്ലേടാ. എത്ര അതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത്? 2 ലക്ഷമാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക.
ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന മുഹമ്മദ് അഷ്റഫിന്റെ ഒരു പുസ്തകമുണ്ട്, മാന്ത്രിക ബൂട്ടുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ ഒരു പുസ്തകത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഒരു അവാർഡിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. മികച്ച കായിക പുസ്തകത്തിനുള്ള അവാർഡ് കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പ്രഖ്യാപിച്ച അവാർഡിന്റെ കൂട്ടത്തിൽ ഈ ഒരു മാന്ത്രിക ബൂട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഈ പറയുന്ന മുഹമ്മദ് അഷ്റഫിന് 2 പുരസ്കാരമാണ്. സോ അതും കൂടെ നോട്ട് ചെയ്യുക. ഇനി അടുത്ത കാറ്റഗറി മികച്ച കായിക പരിശീലകരാണ്. സോ ഒരുപാട് കാറ്റഗറികളിലേക്ക് അവാർഡ് ഉണ്ടാ, പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്താ നോക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് കാറ്റഗറികൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ മികച്ച കായിക പരിശീലകൻ എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് 2022-23 ഹരികൃഷ്ണനാണ്, അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അടുത്തത് 23-24 മുരളി ശിവശങ്കർ ആണ്, അദ്ദേഹം അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പരിശീലകനാണ്. 2024-25 ജേക്കബ് ജോസഫ് വോളിബോൾ പരിശീലകനാണ്. ഓക്കെ, അപ്പോൾ 3 പേരെ പറഞ്ഞു. 22-23 ഹരികൃഷ്ണൻ, 23-24 മുരളി ശിവശങ്കരൻ, 24-25 ജേക്കബ് ജോസഫ് കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യുക. വോളിബോൾ പരിശീലകനാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് മറന്നു പോകാതിരിക്കുക. സോ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരവുമായി ബന്ധപ്പെട്ട 3 കാറ്റഗറികൾ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു അവാർഡിൽ കുറച്ച് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകുകയുണ്ടായി. ഇപ്പോൾ കുറച്ച് വ്യക്തികൾക്ക് പ്രത്യേക പുരസ്കാരം, പ്രത്യേക മെൻഷൻ എന്നൊക്കെ പറയില്ല, അപ്പോൾ അതുപോലെ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകുകയുണ്ടായി. സോ അവരെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കാം. അതിലെന്ന് പറയുന്നത് ഷൈജു ദാമോദരൻ എന്ന് പറയുന്നത് അറിയാലോ, കമന്റേറ്റർ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കമന്ററി കേൾക്കാത്തൊരു മലയാളി ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ ഷൈജു ദാമോദരൻ. അതുപോലെ തന്നെ ജോബി മാത്യു എന്ന് പറയുന്നത് പഞ്ചഗുസ്തി താരമാണ്. അതുപോലെ തന്നെ എം പീതാംബരൻ എന്ന് പറയുന്നത് ഫുട്ബോൾ കോച്ച്. സോ ഇവർക്ക് 3 പേർക്ക് പ്രത്യേക പുരസ്കാരം. ഈ പ്രത്യേക പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പരിശീലകന്റെ കാര്യം. ഇവിടുത്തെ പ്രൈസ് മണി എന്ന് പറയുന്നത് 1 ലക്ഷമാണ് കേട്ടോ. 1 ലക്ഷമാണ് ഇവിടുത്തെ പ്രൈസ് മണി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ടാലന്റിന്റെ അറിവിടം ബുക്ക് ഒരുപാട് കുട്ടികൾ വാങ്ങിക്കുകയുണ്ടായി. അവർ അതിനെപ്പറ്റി ഒരുപാട് നല്ല നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് അവർക്ക് പഠിക്കാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയെന്നും പറഞ്ഞു. സോ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിൽ നിൽക്കുന്നുണ്ടോ, അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകുന്നുണ്ടോ എന്ന് നിങ്ങളെ സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് ടാലന്റ് അറിവിടത്തിന്റെ ഒരു വർക്ക് ബുക്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വർക്ക് ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത് സോഷ്യൽ സയൻസിന്റെ വർക്ക് ബുക്കാണ്, ഒരു പ്രാക്ടീസ് ബുക്കാണ്. അപ്പോൾ ഇതിൽ 5 മുതൽ 10 വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളുടെയും സോഷ്യൽ സയൻസിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും എന്താണ് ഓരോ പാഠത്തിനെയും ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ബുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് 250 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓഫർ പ്രൈസ് 250 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏകദേശം 2500-ലധികമുള്ള പരിശീലന ചോദ്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. സോ അറിവിടം ടെക്സ്റ്റ് വാങ്ങിച്ച ഒരാൾക്ക് ഇതിന്റെ എന്താണ് റേഞ്ചിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സോ ആ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എത്രത്തോളം കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കി ഇത് നിങ്ങളെ സ്വയം വിലയിരുത്താൻ ഒരു നല്ല മാർഗനിർദ്ദേശിയായിരിക്കും ഈ ബുക്ക് എന്ന് പറയുന്നത്. ദെൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് veranda.channelkerala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ്. അതായത് ദി സാഗ ഹു റീ ഇമാജിൻഡ് ഹിന്ദുയിസം, ദ ലൈഫ് ലെസൺസ് ആൻഡ് ലെഗസി ഓഫ് ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പോൾ ഇത്രയും വലിയ പേരല്ലെങ്കിൽ കൂടി ദ സാഗ ഹു റീ ഇമാജിൻഡ് ഹിന്ദുയിസം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അപ്പോൾ അത് ശശി തരൂരാണ്. ഇദ്ദേഹത്തെ ഒരു അഭിമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലേ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ശശി തരൂരാണ് ഈ ഒരു പുസ്തകം എഴുതിയത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതിയ പുസ്തകമാണെന്ന് കൂടി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതിയ പുസ്തകമാണ്. ഇതിന്റെ പ്രകാശനം നിർവഹിച്ചത് നമ്മുടെ നിലവിലെ ഉപരാഷ്ട്രപതിയാണ്. ആരാണ്? CP രാധാകൃഷ്ണൻ. അപ്പോൾ CP രാധാകൃഷ്ണനാണ് ഇതിന്റെ പ്രകാശനം നിർവഹിച്ചത്. ദെൻ ഈ ശശി തരൂർ നിലവിൽ ലോക്സഭാ MP ആണ്. ഏത് മണ്ഡലത്തിലെയാ? തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP കൂടിയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് മറക്കാതെ ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പോൾ എന്താണ് 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ബീഹാർ ആണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഇപ്പോൾ അവിടുത്തെ ഏറ്റവും അവസാനത്തെ നക്സൽ കൂടി എന്ത് ചെയ്തിരിക്കുന്നു? കീഴടങ്ങിയിരിക്കുകയാണ്. സോ അതിനുശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത്തരത്തിലൊരു പ്രഖ്യാപനം ബീഹാർ പോലീസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ആത്മസമർപ്പൺ സഹ പുനർവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പുനരധിവസിപ്പിക്കുന്നുണ്ട് കേട്ടോ. സോ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കാൻ നിയമ ഭേദഗതി ആലോചിക്കുന്ന സംസ്ഥാനം. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ അനുമതി എന്ത് ചെയ്യാൻ പോകുന്നു? നിർബന്ധം ആക്കാനായിട്ട് പോവുകയാണ്. ഇത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗുജറാത്താണ്. സോ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ദെൻ ഈ ഒരു ഭേദഗതിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് ചർച്ച ചെയ്യും.
അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്, അതായത് ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? അപ്പോൾ ഇതാണ് ബോർഡ് ഓഫ് പീസ്. എവിടെയെങ്കിലും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ? ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത്, ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് അല്ലേ. ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ അവിടുത്തെ ഡെവലപ്മെന്റ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു, അമേരിക്കയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ട്രംപ് ആരംഭിച്ചതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ്. എവിടെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിൽ വെച്ചായിരുന്നു. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഷിംഗ്ടൺ DC-യിലാണ്. എവിടെയാണ്? വാഷിംഗ്ടൺ DC-യിലാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്, അതായത് 2027 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? അപ്പോൾ എന്താണ് 2027 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ജനീവയാണെന്നുള്ള കാര്യം ഓർക്കുക. ഈ പറയുന്ന ജനീവ അറിയാമല്ലോ, എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ് അല്ലേ. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് എന്തിന് വേദിയാകുന്നത്? 2027 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ 2027 പറഞ്ഞു, 28ന്റെ വേദിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28ന്റെ വേദി എന്ന് പറയുന്നത് 2028 വേദി എന്ന് പറയുന്നത് UAE ആണ്. എവിടെയാണ്? UAE ആണ്. ദെൻ ഈ വരുന്ന PSC പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2026 AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ചാണ് 2026 AI ഇമ്പാക്ട് ഉച്ചകോടി നടന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. 26 ഇന്ത്യ, 27 സ്വിറ്റ്സർലൻഡ്, 28 UAE ആണ്. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പാക്സ് സെലിക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് ക്രിട്ടിക്കൽ മിനറൽസ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ഇവയുടെയൊക്കെ വിതരണ ശൃംഖല എന്ത് ചെയ്യുക, സജീവമാക്കുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത്, പാക്സ് സിലിക്ക എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള പാക്സ് സിലിക്കയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ത്യ അംഗമായിരിക്കുന്നു. അപ്പോൾ പാക്സ് സിലിക്ക കൂട്ടായ്മയിൽ ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു, അംഗമായിരിക്കുകയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI-യും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്, അതിന്റെ വിതരണ ശൃംഖല എന്ത് ചെയ്യുക, ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ എന്താണ് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ ഇത് ആരംഭിച്ചത് 2025 ഡിസംബറിലാണ് കേട്ടോ. 2025 ഡിസംബറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൂട്ടായ്മ ആരംഭിക്കുന്നത്. സോ ഇത് ഇന്ത്യ എന്ന് പ്രവേശിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇന്ത്യയും ഇതിൽ അംഗമായിരിക്കുകയാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ബോയിങ് സ്റ്റാർലൈനർ ദൗത്യത്തിലുണ്ടായ പിഴവുകളെ നാസയുടെ ഏറ്റവും ഗുരുതരമായ അപകട വിഭാഗമായ ടൈപ്പ് A മിസ്ഹാപ്പ് ആയിട്ട് വിലയിരുത്തുകയുണ്ടായി. അപ്പോൾ എന്താണ് പറഞ്ഞത്, ബോയിങ് സ്റ്റാർലൈനർ ദൗത്യത്തിലുണ്ടായ പിഴവുകളെ. നമുക്കറിയാം അല്ലെ, സുനിത വില്യംസും ബുഷ് വിൽമോറും ബോയിങ് സ്റ്റാർലൈനർ മിഷന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ 10 ദിവസത്തേക്കുള്ള ഒരു മിഷനായിരുന്നു. പക്ഷേ അവർക്ക് എന്താണ് ഏകദേശം 1 വർഷത്തോളം അവിടെ തങ്ങേണ്ടതായിട്ട് വന്നു. സോ അതായത് ഇന്ധന ചോർച്ചയെ തുടർന്ന് എന്ത് ചെയ്യുകയുണ്ടായി, ബോയിങ് സ്റ്റാർലൈനർ തിരിച്ച് വരികയാണ് ചെയ്തത്. അതായത് ഒരു പേടകം ആദ്യമായിട്ടാണ് ബഹിരാകാശത്ത് നിന്ന് ആളില്ലാതെ മടങ്ങി വരുന്നത്. അത് ഏതാണ്, ബോയിങ് സ്റ്റാർലൈനർ ആണ്. സോ അതിനുശേഷം ഇത് കുറെ കാലം അവർ ബഹിരാകാശത്ത് തങ്ങുകയും അതിനുശേഷം പിന്നീടാണ് അവർ എന്ത് ചെയ്തത്, മടങ്ങി വരികയും ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ബോയിങ് സ്റ്റാർലൈനറുടെ ദൗത്യത്തിലുണ്ടായ പിഴവിനെ എന്തായിട്ട് നാസയുടെ ഏറ്റവും ഗുരുതരമായ അപകട വിഭാഗമായിട്ടുള്ള ടൈപ്പ് A മിസ്ഹാപ്പ് ആണെന്ന് എന്ത് ചെയ്യുകയുണ്ടായി, അടുത്തിടെ വിലയിരുത്തുകയുണ്ടായി. അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ബെബ്കോ LD അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെറും ഏറ്റവും നല്ല ഓഫർ പ്രൈസ് ആയിട്ടുള്ള 1499 രൂപയ്ക്കാണ് ഈ ഒരു കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 2999. ഇപ്പോൾ നിങ്ങൾക്ക് 1499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുവഴി പർച്ചേസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ 200 മണിക്കൂറിലേറെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ ടോപ്പിക് വൈസ് എക്സാം, അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റൽ സപ്പോർട്ട്, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, SCRT ക്ലാസ്സുകൾ. സോ ഇതെല്ലാം ഞങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഓഫർ പ്രൈസ് ആയിട്ടുള്ള 1499 രൂപയ്ക്കാണ് ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതൊരു ലിമിറ്റഡ് ഓഫർ ആണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയുടെ 3ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, ഇന്ത്യയുടെ 3ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? INS അരിതമൻ. ഏതാണ്? INS അരിതമൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. അതായത് 2026 ഏപ്രിൽ മെയ് സമയത്തിൽ എന്ത് ചെയ്യും, ഇത് കമ്മീഷൻ ചെയ്യുമെന്ന് പറയുന്നു. ദെൻ അത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇന്ത്യയുടെ 3ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിതമൻ എന്ന് പറയുന്നത്. ദെൻ ഇത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികത്തിന്റെ ആ ഒരു ടൈം പീരീഡിലായിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഏപ്രിൽ മെയ് ടൈമിലായിരിക്കും എന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് 2 ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിഹന്തും അതുപോലെ തന്നെ അരിഹാത്തുമാണ് കേട്ടോ. സോ അത് രണ്ടും ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക.
അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ബംഗാളി സാഹിത്യകാരൻ. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് മണിശങ്കർ മുഖോപാധ്യായ. ഇതാണ് മണിശങ്കർ മുഖോപാധ്യായ. ഇതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ശങ്കർ എന്ന് പറയുന്ന തൂലികാ നാമത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ബംഗാളി സാഹിത്യകാരനാണ് ആരെന്ന് പറയുന്നത് മണിശങ്കർ മുഖോപാധ്യായ, അഥവാ ശങ്കർ എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പുസ്തകങ്ങളുടെ പേരുകൾ കൂടി എന്ത് ചെയ്യാനുണ്ട്, നോട്ട് ചെയ്യാനുണ്ട്. സോ അതുകൂടി ഞാൻ എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. ഒന്നാമത്തെ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഏകാശി. എന്താണ് ഏകാശി? അപ്പൊ ഈ ഒരു പുസ്തകത്തെ പറ്റി പറയുമ്പോൾ 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ്. 2020 ബംഗാളി ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് ഏകാശി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പത്രത്തിലെ ന്യൂസ് കട്ടിങ്ങുകളിലൊക്കെ കാണുമ്പോൾ ഇത് 2021 എന്നായിരിക്കും പത്രത്തിൽ കൊടുത്തിരിക്കുക. പക്ഷേ അല്ല. കാര്യം ഇനി അത് കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും 2021 അല്ലേ എന്ന് കമന്റ് ഇടരുത്. ഞാൻ അതാണ് ഇപ്പോഴേ ക്ലിയർ ചെയ്ത് പറയുന്നത്. 2020 അവാർഡാണ്. നിങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമാവും. ഇപ്പോൾ 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക്, ഏകാശി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയുണ്ടായി. അടുത്ത അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് സീമാബദ്ധ ജന ആരണ്യ. അതാണ് സീമാബദ്ധ ജന ആരണ്യം. ഈ 2 പുസ്തകങ്ങൾ പറയാനുള്ള കാരണം ഈ പുസ്തകങ്ങളെ സത്യജിത് റായ് എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമയാക്കിയിട്ടുണ്ട് കേട്ടോ. സത്യജിത് റായ് സീമാബദ്ധ ജന ആരണ്യ എന്ന് പറയുന്ന പുസ്തകങ്ങളെ സിനിമയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൗരംഗി. ഇതാണ് ചൗരംഗി. ഈ ചൗരംഗി എന്ന് പറയുന്ന പുസ്തകം പിനാക്കി ഭൂഷൺ മുഖർജി സിനിമയാക്കിയിട്ടുണ്ട്. ഇതാണ് ചൗരംഗി. പിനാക്കി ഭൂഷൺ മുഖർജി എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമയാക്കിയിട്ടുണ്ട്. അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് ദി മോങ്ക് ആസ് മാൻ ദി അൺനോൺ ലൈഫ് ഓഫ് സ്വാമി വിവേകാനന്ദ. എന്താണ് ദി മോങ്ക് ആസ് മാൻ ദി അൺനോൺ ലൈഫ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ഈ ഒരു പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സ്വാമി വിവേകാനന്ദന്റെ അവസാന കാലത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, മണിശങ്കർ മുഖോപാധ്യായ എന്ന് പറയുന്നത്. സോ അദ്ദേഹം എന്ത് ചെയ്തു, 2026 ഫെബ്രുവരിയിൽ അന്തരിച്ചു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിന്ന് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് SK പൊറ്റക്കാട് ബാലസാഹിത്യ പുരസ്കാരമാണ്. ആർക്കാണ് കിട്ടിയത്, G കണ്ണനുണ്ണിക്കാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ സംസ്ഥാന കായിക പുരസ്കാരം ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാറ്റഗറി GV രാജ അവാർഡാണ്. അതായത് നമ്മുടെ സംസ്ഥാനം നൽകുന്ന ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. എത്രയാ പ്രൈസ് മണി, 3 ലക്ഷമാണ്. ഇനി പുരസ്കാരം നോക്കാം. 3 വർഷത്തെ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2022-23 2 പേർ ആരൊക്കെയാണ്, അബ്ദുള്ള അബൂബക്കറും VK വിസ്മയ, 2 പേരും അത്ലറ്റിക്സ് താരങ്ങളാണ്. 2023-24 മുഹമ്മദ് അജ്മലും ആൻസി സോജനും 2 പേരും അത്ലറ്റിക്സ് താരങ്ങളാണ്. അതേപോലെ തന്നെ 24-25 മുഹമ്മദ് അഫ്സലും PK ഐശ്വര്യയും. അതിൽ മുഹമ്മദ് അഫ്സൽ അത്ലറ്റിക്സും PK ഐശ്വര്യ നെറ്റ്ബോളുമാണ്. സോ അതൊന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞൊരു പുസ്തകമാണ് നമ്മുടെ ശശി തരൂർ ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതിയ പുസ്തകം. എന്താണ് പുസ്തകത്തിന്റെ പേര്, ദ സാഗ ഹൗ റീ ഇമാജിൻഡ് ഹിന്ദുയിസം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ശശി തരൂരാണ്. അതിനുശേഷം ബീഹാറിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം, എന്ത് പ്രഖ്യാപനം നടത്തിയത്, 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്, ബീഹാറാണ്. അതിനുശേഷം ഗുജറാത്ത് ഒരു ഭേദഗതി കൊണ്ടുവരാൻ പോകുന്ന കാര്യം പറഞ്ഞു. എന്ത് ഭേദഗതിയാണ് കൊണ്ടുവരാൻ പോകുന്നത്, വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കാൻ പോവുകയാണ്. ഇവിടെയാണ് ഗുജറാത്തില്. അതിനുശേഷം പറഞ്ഞു ബോർഡ് ഓഫ് പീസ്, അതായത് ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യുന്നു, അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്ന ഒരു കൂട്ടായ്മയാണ് അതെന്ന് പറയുന്നത് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ്. അതെവിടെയാണ്, വാഷിംഗ്ടൺ DC-യിലാണ്. അതിനുശേഷം പറഞ്ഞത് 2027 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം എന്ന് പറയുന്നത് ജനീവയാണ്, സ്വിറ്റ്സർലൻഡിലാണ്. 2028 ആകുമ്പോൾ അത് UAE-യിലാണ്. ഈ വർഷത്തെ 2026 AI ഇമ്പാക്ട് ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്യണം. അതിനുശേഷം പാക് സിലിക്കയെ പറ്റി പറഞ്ഞു. അതായത് പാക് സിലിക്ക എന്ന് പറയുന്ന കൂട്ടായ്മ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ്. 2025 ഡിസംബറിൽ രൂപം കൊണ്ടതാണ്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ത്യയും മെമ്പർ ആയിരിക്കുകയാണ്. അതിൽ ക്രിട്ടിക്കൽ മിനറൽസ് അതുപോലെ തന്നെ AI ഇതിന്റെയൊക്കെ വിതരണ ശൃംഖല ശക്തമാക്കുക എന്നുള്ളത് ഈ ഒരു പാക് സിലിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടെ ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അതിനുശേഷം പറഞ്ഞ കാര്യം സുനിത വില്യംസിന്റെ എന്താണ്, സുനിത വില്യംസ് യാത്ര ചെയ്ത ബോയിങ് സ്റ്റാർലൈനറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ബോയിങ് സ്റ്റാർലൈനറുടെ ദൗത്യത്തിലുണ്ടായ പിഴവുകളെ നാസയുടെ ഏറ്റവും ഗുരുതരമായ അപകട വിഭാഗമായിട്ടുള്ള ടൈപ്പ് A മിസ്ഹാപ്പായിട്ട് വിലയിരുത്തുകയുണ്ടായി. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം INS ഹരിതമനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ബാക്കി നമുക്ക് കമ്മീഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയുടെ 3ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS ഹരിതമൻ. അതിനുശേഷം ഒരു വിയോഗമാണ് പറഞ്ഞത്. അതായത്
2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ബംഗാളി സാഹിത്യകാരൻ ആരാണ്? മണിശങ്കർ മുഖോപാധ്യായ. അദ്ദേഹമാണ് ശങ്കർ എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, KSmart വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ലകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് എറണാകുളം, ആലപ്പുഴ, മലപ്പുറം, തിരുവനന്തപുരം. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ഫെബ്രുവരിയിൽ രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് നേടിയത് ആര്? അപ്പോൾ സ്മൃതി മന്ദാന, ഹർമൻപ്രീത് കൗർ, ഷെഫാലി വർമ്മ ഇവരാരുമല്ല. ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിയ ജില്ല ഏതാണ്? അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇടുക്കിയാണ് അല്ലെ. ആഭ്യന്തര വിനോദസഞ്ചാരികൾ എന്ന് പറയുകയാണെങ്കിൽ ഇടുക്കിയാണ്. ഇനി അതേസമയം വിദേശ വിനോദസഞ്ചാരികൾ എന്നാണ് എങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? എറണാകുളമാണ്. അപ്പോൾ ഇടുക്കി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിയത്, വിദേശ വിനോദസഞ്ചാരികളാണെങ്കിൽ എറണാകുളമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഡ്രോണുകൾക്കും റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റുകൾക്കും മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത എയർബേസ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് മീററ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് മനസ്സിലാവുമല്ലോ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള എയർബേസ് വരുന്നത്. ദെൻ ഇത് നിർമ്മിക്കുന്നതെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെയൊക്കെ സമയത്ത് ഡ്രോണുകളൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു എയർബേസ് സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. അപ്പോൾ 2026 ഫെബ്രുവരി 22 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.